അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയൽ മിഷൻ ചാനലിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ ചരിത്രത്തിൻ്റെ 10ാം ഭാഗമാണ് ഈ വീഡിയോ. 1934 സമസ്തയുടെ രജിസ്ട്രേഷൻ നടന്നപ്പോൾ അന്ന് സമസ്ത മുഷാവറയിലുണ്ടായിരുന്ന അംഗങ്ങളുടെ പേരുകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചു. ആരൊക്കെയാണ് അന്നത്തെ മുഷാവറ അംഗങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സമസ്ത രൂപീകരിക്കുകയും കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ കേരളീയ മുസ്ലിങ്ങൾ വഹാബിസത്തെ മാറ്റി നിർത്തുകയും എന്നാൽ അനാഥ മന്ദിരത്തിലൂടെയും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ വിശദീകരിച്ചത്. ഇനി പറയാനുള്ളത് 1945 കാര്യവട്ടത്ത് നടന്ന 16ാം സമ്മേളനവും അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൽ രൂപീകരിച്ചതുമൊക്കെ അത്തരത്തിലുള്ള ചരിത്രങ്ങളാണ് ഈ ഭാഗം പറയാനുള്ളത്. വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ടും കാണുക. 1945 ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പഠനയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പാങ്ങിൽ ഉസ്താദിന് രോഗം പിടിപെടുകയും രോഗം ബാധിച്ച് കിടപ്പിലാവുകയും ചെയ്യുന്നത്. ആ സമയത്തൊക്കെ വഹാബികൾ വല്ലാതെ ആഹ്ലാദിച്ചിരുന്നു. ഇനി ഞങ്ങളെ വെല്ലുവിളിക്കാൻ സമസ്തക്കാരുടെ കൂട്ടത്തിൽ ആരുമില്ല എന്ന് അവർ വിചാരിച്ചു. അങ്ങനെ വലിയ ആഹ്ലാദത്തിലായിരുന്നു അവർ. ആ സമയത്താണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ അത്തൗഹീദ് എന്ന ഗ്രന്ഥം മലയാളത്തിൽ വഹാബികൾ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. നമ്മളിങ്ങനെ എപ്പോഴും വഹാബികൾ എന്ന് വിളിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് അവരെ വഹാബികൾ എന്ന് വിളിക്കുന്നത്. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പാത പിന്തുടരുന്നത് കൊണ്ടാണ്, ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ അതേ ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവരെയും വഹാബികൾ എന്ന് വിളിക്കുന്നത്. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ അത്തൗഹീദ് എന്ന ഗ്രന്ഥം മലയാളത്തിലാക്കി പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയും ആ ആശയത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ആളുകളെ വഹാബികൾ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? അപ്പോൾ അങ്ങനെ അത്തൗഹീദ് മലയാളത്തിലാക്കി പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇനി തങ്ങളെ വെല്ലുവിളിക്കാൻ ആരുമില്ല എന്ന് ഇവർ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണൂർ പുറത്തിരിൽ നിന്ന് ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഈ അത്തൗഹീദിന് ഒരു ഖണ്ഡനം എഴുതിയത്. അൽ കൗലു സദീദ് ഫി റദ്ദി അത്തൗഹീദ് എന്ന നാമത്തിലാണ് ആ ഗ്രന്ഥം ഇറക്കിയത്. അത് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ശ്രദ്ധ ചെലുത്തുകയും വലിയ ചർച്ചാ വിഷയമാകുകയും ചെയ്തു. സമസ്തയുടെ വൈസ് പ്രസിഡന്റ് കുഞ്ഞായിൽ മുസ്ലിയാരുടെ അരുമ ശിഷ്യനാണ് സമസ്ത മുഷാവറ അംഗമായ ഈ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ. ഈ സമയത്താണ് കാര്യവട്ടത്തെ 16ാം സമ്മേളനം നടക്കുന്നത്. 1945 മെയ് 27-28 ദിവസങ്ങളിലാണ് കാര്യവട്ടത്തെ 16ാം സമ്മേളനം നടക്കുന്നത്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അഭാവത്തിൽ ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദ് ജനറൽ ബോഡിയിലും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പൊതുസമ്മേളനത്തിലും അധ്യക്ഷത വഹിച്ചു. സമസ്തയുടെ സ്ഥാപനത്തിന് വേണ്ടി രൂപീകരിച്ച അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പാറുൽ ഹുസൈൻ സാഹിബാണ് ആ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞത്. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെയൊക്കെ പ്രഭാഷണങ്ങളായിരുന്നു ആ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയമായ പ്രഭാഷണങ്ങൾ. അവർ രണ്ടുപേരും അത്രയും വാക്ചാതുര്യമുള്ള വലിയ പ്രഭാഷകരായിരുന്നു, നല്ല എഴുത്തുകാരനായിരുന്നു. ആ സമ്മേളനത്തിലേക്ക് വഹാബികളെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചിരുന്നു. അവരുടെ പേടി സ്വപ്നമായ പാങ്ങിൽ ഉസ്താദ് കിടപ്പിലായ സമയത്താണല്ലോ, അപ്പോൾ നല്ല ആഹ്ലാദത്തിലാണ് അവരുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് സമസ്തയുടെ കത്ത് കിട്ടുന്നത്. പക്ഷെ അവർ പങ്കെടുത്തില്ല കേട്ടോ. അവർ സമസ്ത നേതാക്കൾക്ക് ഇങ്ങനെ മറുപടി കൊടുത്തു. അവരുടെ പേടി സ്വപ്നമായ പാങ്ങിൽ ഉസ്താദ് ഇല്ലാഞ്ഞിട്ട് പോലും ഈ വാദപ്രതിവാദത്തിന് പങ്കെടുക്കാൻ അവർക്ക് പേടിയായിരുന്നു. അങ്ങനെ അവർ ഇങ്ങനെ മറുപടി കൊടുത്തു. ബഹുമാനപ്പെട്ട MA ഉസ്താദിൻ്റെ സമസ്തയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ പേജ് 205 നമുക്ക് അത് വായിക്കാം. വഹാബികൾ കൊടുത്ത മറുപടി മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ഞങ്ങളുടെ അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തിന് മറുപടിയായി ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ ആയത്തുകൾക്ക് അർത്ഥം മാറ്റിയിട്ടുണ്ട്. അതിനെ അംഗീകരിച്ച് ഒപ്പുവെച്ച കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പങ്കെടുക്കുന്ന സദസ്സിൽ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് കാര്യവട്ടം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതായത് ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഈ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച അത്തൗഹീദിന് ഒരു ഖണ്ഡനം എഴുതിയല്ലോ. ആ ഖണ്ഡനം പണ്ഡിതന്മാർക്കിടയിൽ വലിയ സ്വീകാര്യമായിരുന്നു. ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദ് ആ ഗ്രന്ഥത്തിന് ശരിവെച്ചുകൊണ്ട് ഒപ്പുവെച്ചു. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞുകൊണ്ടാണ് വഹാബികൾ ആ സംവാദത്തിൽ പങ്കെടുക്കാത്തത്. ആ പുസ്തകത്തിൽ കുത്തുബി ഉസ്താദ് ഒപ്പുവെച്ചല്ലോ, ആ കുത്തുബി ഉസ്താദ് പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ അള്ളാഹുവിൻ്റെ ശാപുണ്ടാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കാരണം പറഞ്ഞുകൊണ്ടാണ് അവർ പങ്കെടുക്കാതിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാലത്തുണ്ടായിട്ടുണ്ട്. കാരണം ഈ കുത്തുബി ഉസ്താദിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ അവരുടെ മാസികകളിൽ എഴുതുകയും എന്നാൽ അതിന് മറുപടി എന്നോണം സമസ്തയുടെ പണ്ഡിതന്മാർ മാസികയിലും പ്രഭാഷണ വേദികളിലൊക്കെ ശക്തമായ മറുപടി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
പ്രതിഭാശാലിയായ എഴുത്തുകാരോ പ്രഭാഷകരൊക്കെ അസ്തമിക്കുന്ന സമയത്തും മറ്റൊരു പ്രതിഭാശാലിയായ ഒരു പണ്ഡിതൻ ഉയർന്നു വരുന്നത് സാധാരണ സംഭവമാണ് സമസ്തയിൽ. സമസ്തയ്ക്ക് എല്ലാ കാലത്തും വഹാബികളെ നേരിടാൻ നല്ല അറിവും പാണ്ഡിത്യവുമുള്ള നല്ല പ്രതിഭാശാലികളായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അത് ഒരു പ്രതിഭ അസ്തമിക്കുമ്പോൾ അടുത്ത പ്രതിഭ ഉദയം ചെയ്യും. കാരണം അള്ളാഹിൻ്റെ ദീന് സംരക്ഷിക്കാൻ അവന് എന്തെങ്കിലും ഹിക്കമത്ത് കാണിച്ചുകൊണ്ടേയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും ഈ വഹാബികളെ നേരിടാൻ പറ്റിയ വലിയ പണ്ഡിതന്മാരെ, വലിയ പ്രതിഭാശാലികളെ പടച്ച റബ്ബ് സമസ്തക്ക് സമ്മാനിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ സമസ്തക്ക് പടച്ച റബ്ബ് കനിഞ്ഞനുഗ്രഹിച്ച് തന്ന ഒരു സമ്മാനമാണ് ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ. പാങ്ങിൽ ഉസ്താദിനെ പോലൊക്കെ തന്നെ നല്ല എഴുത്തുകാരനും നല്ല വാക്ചാതുര്യമുള്ള പ്രഭാഷകനുമായിരുന്നു ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ. അപ്പോൾ പാങ്ങിൽ ഉസ്താദിൻ്റെ അഭാവത്തിൽ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരായിരുന്നു ഈ 16-ാം സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ചത്. ഈ വഹാബികൾ വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് ആ ക്ഷണം നിരസിച്ചതുകൊണ്ട് ആ സമ്മേളനത്തിൽ വെച്ച് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഇപ്രകാരം പറഞ്ഞു: നാം കേരള ജമിയത്തുൽ ഉലമ എന്ന വഹാബി സംഘടനക്കാരെ മുനാദറക്ക് ക്ഷണിച്ചു. അവർ ക്ഷണം സ്വീകരിച്ചില്ല. പ്രസിഡന്റ് രജിസ്റ്ററാക്കി അയച്ച കത്തിൻ്റെ മറുപടിയായി ക്ഷണം തിരസ്കരിക്കാൻ പറഞ്ഞ കാരണം രസാവഹമാണ്. അവരുടെ അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തെ ഖണ്ഡിച്ചുകൊണ്ട് നമ്മൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പുസ്തകത്തിൽ പറയുന്നത് സത്യമാണെന്ന് ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഒപ്പുവെച്ച് രേഖപ്പെടുത്തിയിരുന്നു. ഷംസുൽ ഉലമയെ ആക്ഷേപിക്കുന്ന പല പദങ്ങളും ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രതിഷേധമുണ്ട്. ഒരു പ്രമേയത്തിലൂടെ പ്രസ്തുത പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മുനാദറക്ക് നമ്മൾ തയ്യാറായപ്പോൾ അവർ പിന്മാറിയിരിക്കുന്നു. പൊതുജനങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കണമെന്ന് സരസമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. ഫറൂഖിൽ വെച്ച് നടന്ന 6-ാം സമ്മേളനത്തിൽ പാസ്സാക്കിയ 8-ാം പ്രമേയത്തിൻ്റെ വിശദീകരണവും അദ്ദേഹം തെളിവ് സഹിതം പ്രസംഗത്തിൽ നൽകുകയുണ്ടായി. അപ്പോൾ കുത്തുബി ഉസ്താദിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ സംവാദത്തിൽ പങ്കെടുക്കാത്ത വഹാബികൾക്കെതിരെ ശക്തമായിട്ട് ഈ സമ്മേളനത്തിന് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ആഞ്ഞടിക്കുകയുണ്ടായി. ഈ കാര്യവട്ടത്തെ സമ്മേളനത്തിൽ ഒരുപാട് പ്രമേയങ്ങൾ പാസ്സാക്കിയിരുന്നു. അതിലൊന്ന് സമസ്ത വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ആമില സംഘം രൂപീകരിക്കുക എന്നുള്ള പ്രമേയമാണ്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, സമസ്ത എന്നുള്ളതൊരു പണ്ഡിത സഭയാണ്. അതിലെ പണ്ഡിതന്മാർ അവരുടെ ദർസുകളിലും അവരുടെ ആരാധനകളിലുമായിട്ട് മുഴുകിയിരിക്കുന്ന ആളുകളാണ്. അവർ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങാൻ അവർക്ക് പരിമിതിയുണ്ട്. കേവലം 1-2 പണ്ഡിതന്മാർ അത്തരത്തിൽ ഇറങ്ങിയാൽ മാത്രം പോരല്ലോ. കേരളക്കാർ ഒന്നാകെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ സാധാരണക്കാരായ ആളുകൾ കൂടി ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലുണ്ടാവണം. അങ്ങനെ സാധാരണക്കാരെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആമില എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കാൻ ധാരണയായത്. 1954 സുന്നി യുവജന സംഘം രൂപീകരിക്കാൻ തന്നെ കാരണമായത് ഈ തീരുമാനപ്രകാരമാണ്. കാരണം ഈ വഹാബികൾ സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ വഹാബിസം പ്രചരിപ്പിക്കുമ്പോൾ സാധാരണക്കാർ ആശയക്കുഴപ്പത്തിലാവും. അവരും അന്ന് പണ്ഡിത വേഷധാരികളായിരുന്നല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ആശയക്കുഴപ്പത്തിലാവുമ്പോൾ അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനൊരു സാധാരണക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ആമില സംഘം രൂപീകരിക്കാൻ സമസ്തയുടെ സമ്മേളനത്തിൽ തീരുമാനിച്ചത്. മറ്റൊരു പ്രമേയം സമസ്തയുടെ പ്രവർത്തനത്തിനുള്ള ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് തുടക്കമെന്നോണം ആ സമ്മേളനത്തിൽ വെച്ച് ഏകദേശം 1000 ചില്ലാനം രൂപ പിരിച്ചെടുക്കുകയും പിന്നീട് ആ പ്രവർത്തന ഫണ്ട് നിലച്ചു പോവുകയും ഈ ഫണ്ട് അൽബയാൻ മാസികയ്ക്ക് വേണ്ടി ചെലവാക്കുകയും ചെയ്തു. പിന്നീട് അങ്ങനെ ഒരു പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്ന സംഗതി ഉണ്ടായിട്ടേ ഇല്ല. പിന്നീട് 1951 വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചപ്പോൾ ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സ്വരൂപിക്കുന്ന ഫണ്ടിൻ്റെ കൂടെയാണ് സമസ്തയുടെ പ്രവർത്തന ഫണ്ടും സ്വരൂപിക്കുന്നത്. ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദിനെയും റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെയും സമസ്തയുടെ വൈസ് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടത്. അതുപോലെ തന്നെ കിൽസിങ്ങാൻ്റെ കത്ത് അബ്ദുള്ള കോയ ഹാജിയെ സമസ്തയുടെ ഖജാൻജിയായും നിശ്ചയിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ആദ്യമായിട്ട് പങ്കെടുത്ത സമ്മേളനമാണ് ഈ 16-ാം സമ്മേളനം. അങ്ങനെ ബാഫക്കി തങ്ങൾക്ക് കിട്ടിയ അവസരത്തിൽ തന്നെ ചെറിയ കുട്ടികൾക്കുള്ള പ്രാഥമിക പഠന വിദ്യാഭ്യാസ കേന്ദ്രം ഉണ്ടാക്കാനുള്ള ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അന്നത്തെ സമ്മേളനത്തിലൊക്കെ വലിയ പ്രമുഖരെയൊക്കെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ടതുണ്ട്. അങ്ങനെ അറക്കൽ സുൽത്താൻ അലി രാജിയെ ഈ 16-ാം സമ്മേളനത്തിലേക്ക് സമസ്തയുടെ നേതാക്കൾ ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ അറക്കൽ സുൽത്താൻ തനിക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് അയക്കുകയുണ്ടായി സമസ്തയുടെ പണ്ഡിതന്മാരുടെ പേരിൽ. ആ കത്ത് ഞാനൊന്ന് വായിക്കാം. അർക്കൽ സുൽത്താൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കേൾക്കേണ്ട കാര്യങ്ങളാണ്. അർക്കൽ സുൽത്താനൊക്കെ സമസ്തയോടുള്ള നിലപാട് എന്തായിരുന്നു, സമീപനം എങ്ങനെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ അത് നല്ലതാണ്. ക്ഷണക്കത്ത് കിട്ടിയതിൽ ഞാൻ ഏറ്റവും സന്തുഷ്ടനായിരിക്കുന്നു. ചില കാരണങ്ങളാൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഞാൻ അതിയായി ഖേദിക്കുന്നു. യോഗം മംഗളമായി കലാശിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
ദീനിൽ കടന്നുകൂടിയിട്ടുള്ള വഹാബിയ്യ മുതലായ മാലിന്യങ്ങളെ അടിച്ചകറ്റി സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസാചാരങ്ങളെ നിലയുറപ്പിക്കുന്നതിനുള്ള എല്ലാ പദ്ധതികളെയും കുറിച്ച് യോഗം ആലോചിക്കുമെന്നും വിശ്വസിച്ചു കൊള്ളുന്നു. അർക്കത്ത് സുൽത്താൻ്റെ കത്തിലാണിത് പറയുന്നത്. വഹാബികളോടൊക്കെ അർക്കത്ത് സുൽത്താന് കടുത്ത വിയോജിപ്പായിരുന്നു, എതിർപ്പായിരുന്നു. അവർക്കെതിരെയുള്ള തീരുമാനങ്ങൾ ഈ യോഗത്തിൽ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നാം പറയുന്നത്. നാം നമ്മുടെ എല്ലാ സഹായ സഹകരണങ്ങളും സംഘത്തിന് വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ അർക്കത്ത് സുൽത്താൻ സമസ്തയോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടുത്തെ വഹാബിസത്ത് തുരത്താനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ സമ്മേളനം വളരെ ഭംഗിയായി സമാപിച്ചു. 1946 നവംബർ 19 ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാറാണ് നിയോഗിക്കപ്പെട്ടത്. 40 വർഷം സ്വന്തം നാട്ടിൽ ദർസ് നടത്തിയ വലിയൊരു മഹാനാണ് വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ്. മാത്രമല്ല തനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൻ്റെ വലിയൊരു പങ്ക് സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവഴിച്ച വലിയൊരു മഹാനാണ് വാളക്കുളം ഉസ്താദ്. മുൻഗാമികളെ പോലെ തന്നെ ഇംഗ്ലീഷ്, ഉറുദു, പാഴ്സി, അറബി ഭാഷകളും തമിഴ് ഭാഷകളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ പണ്ഡിതൻ കൂടിയാണ് അബ്ദുൽ ബാരി ഉസ്താദ്. ധാരാളം ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാത്രമല്ല പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാരുടെ ശിഷ്യനായ വാളക്കുളം കോയക്കുട്ടി മുസ്ലിയാരുടെ മകനാണ് അബ്ദുൽ ബാരി ഉസ്താദ്. സമസ്തയുടെ രൂപീകരണ സമയത്ത് ഒരിക്കലും പാങ്ങിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വാളക്കുളം കോയക്കുട്ടി മുസ്ലിയാരെ സന്ദർശിച്ചിട്ടുണ്ട്. അന്നത്തെ സാഹചര്യമൊക്കെ വിശദീകരിച്ച് കൊടുത്ത് സമസ്ത രൂപീകരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോയക്കുട്ടി ഉസ്താദിനെ ക്ഷണിച്ചിരുന്നു. പക്ഷെ കോയക്കുട്ടി ഉസ്താദ് അവരോട് പറഞ്ഞു, എനിക്ക് വയസ്സായി വരികയാണ്, എനിക്കിനി പ്രവർത്തിക്കാനൊന്നും കഴിയൂല, അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മകനെ വിട്ടു തരികയാണെന്ന് പറഞ്ഞ് അബ്ദുൽ ബാരി ഉസ്താദിനെ സമസ്തക്ക് വിട്ടു നൽകുകയാണ് ചെയ്തത്. ഇതേ അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ ഹാദിമായിക്കൊണ്ട് അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ കൂടെ ഒരുപാട് കാലം സഹവസിച്ച മഹാനാണ് ഈ സമസ്തയുടെ ചരിത്രം എഴുതിയ ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ. മാത്രമല്ല സമസ്തയുടെ സ്ഥാപക നേതാവ് സമസ്ത രൂപീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് മെമ്പർഷിപ്പ് മേടിച്ച MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമസ്തയുടെ ചരിത്രത്തിന് വേണ്ടി മറ്റൊരാളോട് ചോദിക്കേണ്ട ഗതികേട് MA ഉസ്താദിനില്ല, വേറെ പുസ്തകങ്ങൾ വായിക്കേണ്ട ഗതികേടില്ല. നേരിട്ട് അബ്ദുൽ ബാരി ഉസ്താദിനോടും പാങ്ങിൽ ഉസ്താദിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരു മഹാൻ തന്നെയാണ് ബഹുമാനപ്പെട്ട MA ഉസ്താദ്. അതുകൊണ്ട് തന്നെയാണ് ആ MA ഉസ്താദ് എഴുതിയ പുസ്തകങ്ങളെ ഞാൻ ഈ ചരിത്ര അവലംബത്തിന് വേണ്ടി ആധാരമാക്കുന്നത്. അങ്ങനെ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് സമസ്തയുടെ പ്രസിഡൻ്റായ ശേഷമാണ് സമസ്തയുടെ 17ാം സമ്മേളനം 1947 മീൻചന്തയിൽ വെച്ച് നടക്കുന്നത്. മൗലാന ആദം ഹസ്രത്താണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഈ സമ്മേളനത്തിൻ്റെ മുമ്പും സ്വാഗത സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വഹാബികളെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയിരുന്നു. ഇതൊക്കെ എല്ലാ സമ്മേളനത്തിലും നടക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷത്ത് വഹാബികൾ ഇങ്ങനെ ബിദഅത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പൊള്ളയായ വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരുപാട് സാധാരണക്കാർ അതിലിങ്ങനെ അറിയാതെ വീണു പോകുന്നു. മറ്റൊരു ഭാഗത്ത് അതിനെ പൊളിച്ചെഴുതിക്കൊണ്ട് സമസ്തയുടെ ഉലമാക്കൾ അതിന് മറുപടി പറയുന്നു, പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവരുടെ വാദങ്ങൾ അത് തനി പൊള്ളയാണെന്ന് തുറന്നും കാട്ടാൻ ഒരുപാട് ജനങ്ങൾക്കിടയിൽ ഒരു വാദപ്രതിവാദം നടത്തിയാൽ സാധിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ സമ്മേളനത്തിലേക്ക് അവരെ സംവാദത്തിന് ക്ഷണിക്കുന്നത്. പക്ഷെ അവർ പേടിച്ച് അതിനൊന്നും വരുന്നില്ല. അവർക്കറിയാം ഞങ്ങൾ ആ സംവാദത്തിന് പോയാൽ തങ്ങളുടെ വാദങ്ങളൊക്കെ വെറും പൊള്ളയായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുള്ളത്. അതുകൊണ്ട് അവർ ആ സമയത്തൊന്നും സംവാദത്തിന് ക്ഷണിച്ചാൽ പോവുകയില്ല. അത്രയ്ക്ക് പേടിയായിരുന്നു സമസ്തയുടെ ഉലമാക്കളെ. ഈ വഹാബികൾക്ക് എഴുതിയ കത്ത് ഞാനൊന്ന് വായിക്കാം. സമസ്ത വഹാബികൾക്ക് കത്തയച്ചത് 8/7/1946. കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി MCC അബ്ദുറഹ്മാൻ മൗലവി അവറുകൾക്കും പ്രസിഡന്റ് KM മൗലവി അവറുകൾക്കും. മാന്യരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 17ാമത്തെ വാർഷിക സമ്മേളനം അടുത്ത അവസരത്തിൽ കോഴിക്കോട് മീൻചന്തയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. കേരള മുസ്ലിങ്ങളുടെ ഇടയിൽ നിരാക്ഷേപമായി നടത്തിച്ചും വരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഖബറുകൾ വെച്ചുള്ള ഖുർആനോത്ത്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ധർമ്മം ചെയ്യുക മുതലായവ നിഷ്ഫലങ്ങളാണെന്നും മരിച്ചവർക്ക് വേണ്ടി ആട്, കോഴി മുതലായവ ധർമ്മം ചെയ്യുവാൻ നേർച്ചയാക്കുക, മേൽപ്രകാരം നേർച്ചയാക്കിയവരെ അറുത്തു ഭക്ഷിക്കുക, മരിച്ചുപോയ അംബിയ ഔലിയ മുതലായവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുക, അവരെ കൊണ്ടോ അവരോടോ ഇസ്തിഗാസ ചെയ്യുക, ഖബർ സിയാറത്തിന് യാത്ര ചെയ്യുക, മങ്കൂസ് മുതലായ മൗലിദുകൾ ഓതുക, ഹദ്ദാദ് മുതലായ റാത്തീബുകളും ബദിരിയത്ത്, കുതുബിയത്ത് മുതലായ ബൈത്തുകൾ ചൊല്ലുക, മുഹിയുദ്ദീൻ മാല മുതലായ പാട്ടുകൾ പാടുക, മന്ത്രിക്കുക, ഐക്കല്ല് കെട്ടുക മുതലായ പ്രവർത്തികൾ മഹാപാപങ്ങളാണെന്നും
അംബിയ ഔലിയ മുതലായവർക്കുണ്ടാവാറുള്ള മുഅ്ജിസത്തും കറാമത്തും മരണത്തോടു കൂടി മുറിഞ്ഞു പോകുമെന്നും 4 മദ്ഹബുകളിൽ ഒന്നിനെയും തഖ്ലീദ് ചെയ്യാൻ പാടില്ലെന്നും ജുമഅയുടെ ഖുതുബ മാതൃഭാഷയിൽ തന്നെ ഓതണമെന്നും തറാവീഹ് 8 റക്അത്ത് മാത്രം മതിയെന്നും ബാങ്ക് പലിശ ഖുർആൻ വിരോധിക്കുന്നില്ലെന്നും മറ്റുമുള്ള നവീനവാദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളും അത്തൗഹീദ് ഇതാണ് പരമാർത്ഥം, ദുആഉ വൽ ഇബാദ തുടങ്ങിയുള്ള പ്രസിദ്ധീകരണങ്ങളും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും അവരുടെ ഇടയിൽ വമ്പിച്ച തർക്കങ്ങളെയും ഗംഭീരമായ കക്ഷിവഴക്കുകളെയും പലവിധ തർക്കങ്ങളെയും ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. ഇത്തരം വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന മൗലവിമാർ ഉൾക്കൊള്ളുന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ സംഘം മേപ്പടി വാദങ്ങൾ ഇസ്ലാമികമാണെന്ന് രേഖാമൂലം തെളിയിക്കുവാൻ ഒരുക്കമാണെങ്കിൽ കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തമ്മിൽ വാദപ്രതിവാദം നടത്തി സത്യാസത്യം വെളിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രസ്തുത വാർഷിക യോഗത്തിൻ്റെ പിറ്റേന്ന് മുതൽക്ക് ഒരു വാദപ്രതിവാദ യോഗം നടത്തുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം. സമ്മേളനത്തെ സുരക്ഷിതമായി ഞങ്ങൾ നിയന്ത്രിച്ചു കൊള്ളാം. അതിൽ പരിപൂർണ സമാധാനം പാലിക്കാമെന്ന് ഉറപ്പു നൽകാം. നിങ്ങളുടെയും സമസ്തയുടെയും പ്രതിനിധികൾക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെയാണ് സമസ്തയുടെ നേതാക്കൾ വഹാബികൾക്ക് കത്തയച്ചത്. ഈ സ്വാഗത സംഘത്തിൻ്റെ നേതാക്കൾ ഒരു കത്തയച്ചിരുന്നു, അതുകൂടി വായിക്കാം. മാന്യരെ, വ്യക്തികൾ തമ്മിൽ നടത്തുന്ന വാദപ്രതിവാദങ്ങൾ മൂലം കക്ഷിവഴക്കുകൾ പൂർണ്ണമായി അവസാനിക്കുകയില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. വ്യക്തികൾ പരസ്പരം തമ്മിൽ തർക്കിച്ചതുകൊണ്ട് ഒരു പരിഹാരമാവില്ല എന്നുള്ളതാണ്. സമസ്തക്കാരുടെയും കേരളക്കാരുടെയും പ്രതിനിധികൾ തമ്മിൽ വാദപ്രതിവാദം നടത്തി ഒരു തീരുമാനത്തിലെത്തിയാൽ ആ തീരുമാനം 2 സ്ഥാപനങ്ങളുടെയും കക്ഷികൾക്ക് ബാധകവും സുസമ്മതവുമായി തീരുകയും തന്നിമിത്തം അവരുടെ ഇടയിൽ കണ്ടുവരുന്ന പ്രസ്തുത തർക്കങ്ങളും കുഴപ്പങ്ങളും നിശേഷം നശിച്ച് ഏകോദര സഹോദരങ്ങളായി വർത്തിക്കുമെന്നുള്ളതിനാൽ യാതൊരു സംശയത്തിനും അവകാശമില്ലല്ലോ. അതിനാൽ 17ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു വാദപ്രതിവാദ സമ്മേളനം വിളിച്ചുകൂട്ടുന്നതിന് വിരോധമില്ലെന്നും അതിൽ പങ്കുകൊണ്ട് മേപ്പടി വാദങ്ങളെല്ലാം പ്രതിവാദം നടത്തുവാൻ തയ്യാറാണെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സംഘം ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. അപ്രകാരം നിങ്ങൾക്കും ഒരുക്കമുണ്ടെങ്കിൽ ഈ നോട്ടീസ് കിട്ടിയ മുതൽ 10 ദിവസത്തിനുള്ളിൽ താഴെ കാണുന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് അറിവ് തരുവാൻ, വിവരം തരുവാൻ ഇതുമൂലം ആവശ്യപ്പെട്ടുകൊള്ളുന്നു എന്ന് കെ ഇമ്പിച്ച് അഹമ്മദ്, പ്രസിഡന്റ്. 2 നരിമുക്കിൽ അഹമ്മദ് കുട്ടി, സെക്രട്ടറി, സ്വീകരണ സംഘം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മീൻ ജന്ത സമ്മേളനം. ഇങ്ങനെയാണ് വഹാബികൾക്ക് കത്തയച്ചത്. എന്നാൽ ആ സമ്മേളനത്തിലും അവർക്ക് പങ്കെടുക്കാൻ പേടിയായിരുന്നു. അവർ മറുപടി കൊടുത്തും കൂടി ഞാൻ ഒന്ന് വായിക്കട്ടെ. ജനാബ് കെ ഇമ്പിച്ച് അഹമ്മദ് സാഹിബ്, പ്രസിഡന്റ്, സ്വീകരണ സംഘം 17ാം വാർഷിക സമ്മേളനം. രണ്ടാമത്തത് ജനാബ് നരിമുക്കിൽ അഹമ്മദ് കുട്ടി സാഹിബ്, സെക്രട്ടറി, സ്വീകരണ സംഘം 17ാം വാർഷിക സമ്മേളനം. മാന്യരെ, നിങ്ങളുടെ 8/7/46 അയച്ച കത്ത് രജിസ്റ്ററായി 12/9/46 എനിക്ക് കിട്ടി. അതായത് 7ാം മാസം ഫസ്റ്റ് അയച്ച കത്ത് കിട്ടുന്നത് 2 മാസം കഴിഞ്ഞിട്ടാണല്ലോ. 9ാം മാസം 12. ആശ്ചര്യപ്പെടുന്നു. കാരണം കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ അംഗങ്ങളുടെയും മേൽ പറയാത്ത പല വിഷയങ്ങളും നിങ്ങളുടെ കത്തിൽ ചുമത്തി കാണുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സംഘത്തിൻ്റെ പ്രതിനിധികളും കേരള ജംഇയ്യത്തുൽ ഉലമാ സംഘത്തിൻ്റെ പ്രതിനിധികളും തമ്മിൽ ഒരു വാദപ്രതിവാദം നടത്തുവാനായി 1945 മെയ് മാസത്തിൽ കാര്യവട്ടത്ത് വെച്ചുകൂടിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 16ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ സ്വീകരണ സംഘം പ്രസിദ്ധപ്പെടുത്തിയ നോട്ടീസും ആ നോട്ടീസ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് സംബന്ധിച്ച് നടന്ന സംഭവങ്ങളും 2 കക്ഷികളും പുറപ്പെടുവിച്ച പ്രസിദ്ധീകരണങ്ങളും നിങ്ങളും അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കട്ടെയോ. അവയെ സംബന്ധിച്ചെല്ലാം ആദ്യമായി ഒരു നിഷ്പക്ഷ കമ്മിറ്റിയെ അന്വേഷണത്തിന് നിയമിക്കുകയും ആ കമ്മിറ്റി അന്നത്തെ സംഭവങ്ങളുടെ യഥാർത്ഥ നിലയും അത് സംബന്ധിച്ച് നടന്ന പ്രസിദ്ധീകരണങ്ങളുടെ സത്യാസത്യങ്ങളെയും കുറിച്ച് നിഷ്പക്ഷവും യഥാർത്ഥവുമായ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയതിനു ശേഷമല്ലാതെ നിങ്ങളുടെ കത്തിൽ പറഞ്ഞതുപോലെ യോഗം കൊണ്ട് യഥാർത്ഥമായ ഫലം ലഭിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിനാൽ നമ്മുടെ മലബാർ മുസ്ലിം സഹോദരന്മാരുടെ ഇടയിൽ ഭിന്നിപ്പില്ലാതെ ആക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പക്ഷം ആ സംഭവങ്ങളെ സംബന്ധിച്ചും പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ചും മേൽപ്പറഞ്ഞ പോലെയുള്ള ഒരു നിഷ്പക്ഷ കമ്മിറ്റി രൂപീകരിച്ച് നിഷ്പക്ഷവും യഥാർത്ഥവുമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ശരിയായ വ്യവസ്ഥയോടും നീതിമാന്മാരും 2 കക്ഷിയിലും പെടാത്തവരും പ്രാപ്തരുമായ ഉലമാക്കളുടെ മധ്യസ്ഥതയിലും അന്യോന്യം തർക്കമുള്ള വിഷയങ്ങൾ ശരിയായി നിജപ്പെടുത്തിയ ശേഷം വാദപ്രതിവാദം നടത്താൻ ഉത്സാഹിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾ ഏത് സമയത്തും തയ്യാറാണ്. മറുപടി കാക്കുന്നെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ജനാബ് കെ എം മൗലവി സാഹിബ് അവരുടെ കൽപ്പന പ്രകാരം. അപ്പോൾ ഇതാണ് വഹാബികൾ തന്ന മറുപടി.
1945 വിഷയം ഇതുവരെ തീരുമാനമായിട്ടില്ല. അത് തീരുമാനമായിട്ട് മതി ഇനി വേറെ വാദപ്രതിവാദം എന്നുള്ളത്. സമസ്ത കത്ത് കൊടുത്തിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടാണ് മറുപടി കിട്ടുന്നത്. 10 ദിവസത്തിനകം മറുപടി കിട്ടണം എന്ന് പറഞ്ഞിരുന്നു. രജിസ്റ്റേർഡ് പോസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പോൾ 10 ദിവസത്തിനകം മറുപടി കിട്ടണമെന്ന് പറഞ്ഞു. ഇത് 1.5 മാസം കഴിഞ്ഞിട്ടാണ് മറുപടി കിട്ടുന്നത്. പക്ഷേ അതിലെഴുതിയിട്ടുണ്ടോ ഈ മറുപടി അയച്ചതിന് ശേഷമാണ് കത്ത് കിട്ടിയതാണ് ആ കത്തിൽ കാണുന്നത്. ഡേറ്റൊക്കെ തമ്മിലുള്ള ഈ കളവ് പറയുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അന്ന് മുതലേ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് സമസ്തയുടെ പണ്ഡിതന്മാർക്ക് മുമ്പിലേക്ക് ഇവർ വരൂല വാദപ്രതിവാദത്തിന്. വന്നു കഴിഞ്ഞാൽ ഇവരുടെ വഹാബിസം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് അവർ വരൂല. വരാതിരിക്കാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞു. പങ്കെടുക്കാതായപ്പോൾ ഇവർ പങ്കെടുക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ രണ്ടാമതൊരു കത്ത് കൂടി സമസ്ത അവർക്ക് അയച്ചിട്ടുണ്ട്. അന്ന് സുന്നി മുജാഹിദ് തർക്കങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു കാണിക്കുന്ന വിശദമായിട്ടുള്ള ഒരു കത്താണ് അയച്ചത്. അന്നത്തെ തർക്കങ്ങളൊക്കെ അതിൽ പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ രണ്ടാമതൊരു കത്തും കൂടി അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.